നമസ്കാരം. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് നൽകിയ ഇളവുകൾ പിൻവലിക്കാനുള്ള US നീക്കം ഇന്ത്യക്ക് തിരിച്ചടിയാവുകയാണ്. ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇറാനുള്ള ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയ ഉപരോധ ഇളവുകൾ പിൻവലിക്കാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത്. ഇന്ത്യയെ മധ്യേഷ്യ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാർ തുറമുഖത്തിന് ഉപരോധം വന്നാൽ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുള്ള ഇന്ത്യക്ക് അത് കനത്ത അടിയാകും. ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധം സമ്പൂർണ്ണമാക്കാൻ സമ്മർദ്ദ നയം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് പുതിയ ഉപരോധ കരാറിൽ ഒപ്പിട്ടതാണ് ഇന്ത്യക്ക് ലഭിച്ചിരുന്ന ഇളവുകളെയും ബാധിച്ചേക്കുന്നത്. ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യത മനസ്സിലാക്കണമെന്നാണ് മുമ്പ് ബൈഡൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് ഇളവും അനുവദിച്ചിരുന്നു. ഈ ഇളവാണ് ട്രംപ് എടുത്തു കളഞ്ഞേക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ച US സന്ദർശിക്കാനിരിക്കുകയാണ്. ചബഹാറിന് മേലുള്ള ട്രംപിന്റെ ഉപരോധ നീക്കത്തിൽ ഇന്ത്യയുടെ ആശങ്ക മോദി പങ്കുവച്ചേക്കും. ഇളവുകൾ തുടരാൻ ട്രംപ് തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഇന്ത്യ-US ബന്ധത്തെയും ഉലച്ചേക്കുമെന്ന ആശങ്കയുണ്ട്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. 2016 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവച്ചിരുന്നു. ചബഹാറിലെ ഷാഹിദ് ബെഹെഷ്ടി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി. 2018 മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണവും. ചബഹാറിന്റെ പ്രവർത്തന നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശിക്കുകയുമാണ് ഇന്ത്യ പ്രാഥമികമായി ലക്ഷ്യമിട്ടത്. 2024 ഇന്ത്യ 10 വർഷത്തെ കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട്. തുറമുഖ വികസനത്തിൽ $120 മില്യൺ നിക്ഷേപവും ചബഹാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി $250 മില്യൺ വായ്പാ സൗകര്യവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഉപരോധ പുനഃസ്ഥാപന നീക്കം ഇന്ത്യയുടെ ചബഹാറിലെ വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കും. ചബഹാറിലെ ഷാഹിദ് ബെഹെഷ്തി ടെർമിനൽ മുഖേന മുംബൈയിലെയും യുറേഷ്യയെയും രാജ്യത്തെ നോർത്ത് സൗത്ത് ഗതാഗത ഇടനാഴി വഴി ബന്ധിപ്പിച്ചതായും ഗതാഗത ചെലവും സമയം കുറച്ചതായും കേന്ദ്രം സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം കപ്പൽ ഗതാഗതത്തിൽ 43%, കണ്ടെയ്നർ നീക്കത്തിൽ 34% വർധനയ്ക്കും ഇത് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യാപാര വളർച്ചയിൽ ചബഹാർ തുറമുഖത്തിന്റെ പങ്ക് ശക്തമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കണക്കുകൾ. പുതിയ ഉപരോധം ഇന്ത്യയുടെ ദീർഘകാല നിക്ഷേപങ്ങളെ അപകടത്തിലാക്കാം. തുറമുഖത്തിന്റെ വികസനത്തെയും ബാധിക്കുമെന്നതാണ് ആശങ്ക. 2024-25 വർഷത്തേക്കും കേന്ദ്രം ചബഹാർ തുറമുഖത്തിന് 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് പകരമായി ട്രംപിന്റെ ആവശ്യപ്രകാരം ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരുന്നു. വില കുറഞ്ഞ ഇറാൻ എണ്ണയോട് നോ പറഞ്ഞത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കനത്ത നഷ്ടമുണ്ടാക്കി. US ഉപരോധത്തിന് മുമ്പ് ഇറാനിൽ നിന്നും ഇന്ത്യയുടെ പ്രതിവർഷ ഇറക്കുമതി ഏകദേശം $13 ബില്യൺ ആയിരുന്നു. 2019 മുതൽ ഇത് $1 ബില്യൺ താഴേക്ക് എത്തുകയും 2024 ഏപ്രിലും ഒക്ടോബറിനുമിടയിൽ $216 മില്യൺ ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്.